ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മലയാള സാഹിത്യത്തിലെ കുറച്ച് പുരസ്കാരങ്ങളെ പരിചയപ്പെടാം. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഈ വരികള് പലരും ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. 10ാം ക്ലാസ്സിലെ പാഠഭാഗത്തിലെ ഒരു കീർത്തനത്തിന്റെ വരികളാണിവ. എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന കൃതിയിലെ ലക്ഷ്മണന് ശ്രീരാമൻ നൽകുന്ന ഉപദേശം, മനുഷ്യജീവിതത്തിന്റെ സാഫല്യം എന്നത് അത് അനുഭവിക്കേണ്ടത് എങ്ങനെയാണ് എന്നത്, പുലർത്തേണ്ട മനോഭാവം എന്ത് എന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രീരാമൻ ലക്ഷ്മണനോട് എന്ന പോലെ ലോകത്തിലെ സകല സഹോദരീ സഹോദരന്മാരോടും പറയുന്ന ഉപദേശമാണ് ലക്ഷ്മണോപദേശം. ലക്ഷ്മണോപദേശത്തിലെ ചില ഭാഗങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. നമുക്ക് പഠിക്കാനുള്ളത് എഴുത്തച്ഛൻ പുരസ്കാരം. നമുക്കറിയാം, എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, പ്രാചീന കവിത്രയങ്ങളിൽ ഒരാൾ. പ്രാചീന കവിത്രയങ്ങളിലെ മറ്റുള്ളവരാരൊക്കെയാണ്? ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ, അല്ലേ? പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായ എഴുത്തച്ഛന്റെ പേരിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഭക്തകവിയാണ് എഴുത്തച്ഛൻ എന്ന് എല്ലാവർക്കും അറിയാം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ, അല്ലെ? തത്തയെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് എഴുതിയ കിളിപ്പാട്ട് പ്രസ്ഥാനം, അതിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരത്തിലേക്ക് വരാം. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണിത്. ഒരു പ്രത്യേക കൃതിക്ക് നൽകുന്നതല്ല, സമഗ്ര സംഭാവനയെ മാനിച്ച് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇത് നൽകുന്നത് കേരള സർക്കാരാണ്. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഈ എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഇത് എഴുത്തച്ഛൻ പുരസ്കാരം. ഇത് ഏർപ്പെടുത്തിയത് 1993 മുതലാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1993 മുതലാണ്. ഇതിന്റെ പുരസ്കാര തുക പല പ്രാവശ്യം പരീക്ഷകളിൽ ചോദിച്ചാണ്. പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ്. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സമ്മാന തുകയാണ് ഈ 5 ലക്ഷം രൂപ എന്നത്. സാഹിത്യ മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാര തുകയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് നൽകുന്നത്. ഇത് ആദ്യമായി ഏർപ്പെടുത്തിയത് 1993 എന്ന് പറഞ്ഞു. ആദ്യമായി 93 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. അദ്ദേഹം മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് 1993 എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനിച്ചു. 1995 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വനിതയാണ് മലയാളത്തിന്റെ മുത്തശ്ശിയായ ബാലാമണി അമ്മ. ബാലാമണി അമ്മയെ കുറിച്ച് നമുക്കറിയാം. മാതൃത്വത്തിന്റെ കവയിത്രി. നമ്മുടെ കഥാകാരി കമലാ സുരയ്യ, മാധവിക്കുട്ടിയുടെ അമ്മയാണ് ആര്? ബാലാമണി അമ്മ. ബാലാമണി അമ്മയ്ക്ക് 1995 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിതയാണ് ബാലാമണി അമ്മ. രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് തകഴിക്കാണ്. മൂന്നാമതാണ് ബാലാമണി അമ്മ. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് 1993, തുടർന്ന് 1994 തകഴിക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. എന്നാൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത 1995 മലയാളത്തിന്റെ മുത്തശ്ശി, മാതൃത്വത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്ന ബാലാമണി അമ്മയ്ക്കാണ്. അടുത്തത്, ഈ അടുത്ത കാലങ്ങളിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവരെ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം പല പ്രാവശ്യങ്ങളിലായി ഇത് ചോദിച്ചിട്ടുണ്ട്. 2025 മാത്രം പഠിച്ചാൽ പോരാ, അതിനു മുന്നേയുള്ള വർഷങ്ങളിലതും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. 2021 വയനാടിന്റെ കഥാകാരി, തിരുനെല്ലിയുടെ കഥാകാരിയായ P. വത്സല ടീച്ചർക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2022 സേതുവിന് ലഭിച്ചു.
2023 SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. 2024 NS മാധവൻ. NS മാധവന്റെ കൃതികൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ഹിഗിറ്റ എന്ന പ്രശസ്തമായ കൃതി NS മാധവന്റേതാണ്. അപ്പോൾ 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനാണ്. 2025 പുരസ്കാരം 2026 ജനുവരി 27 സമ്മാനിച്ചത്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ളയാണ്. അപ്പോ 2021 P വത്സല ടീച്ചർക്ക്, 2022 സേതു, 23 SK വസന്തൻ, 2024 NS മാധവൻ, 2025 KG ശങ്കരപിള്ള. അടുത്തത് വയലാർ അവാർഡ്. എഴുത്തച്ഛൻ അവാർഡ് കഴിഞ്ഞാൽ മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് വയലാർ അവാർഡ്. വയലാർ രാമവർമ്മ, പ്രശസ്ത കവി വയലാർ രാമവർമ്മ, വിപ്ലവ കവി, തൂലിക പടവാളാക്കിയ കവി എന്നൊക്കെ അറിയപ്പെടുന്ന വയലാർ രാമവർമ്മയുടെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വയലാർ അവാർഡ്. ഇത് 1977 മുതലാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇതിന്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ്. വയലാർ അവാർഡ് നേടിയ ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചത്. അഗ്നിസാക്ഷി എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് ദേവകി മാനമ്പള്ളി. നമ്മൾ കൃതികളും കഥാപാത്രങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും ഇത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അഗ്നിസാക്ഷി എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രം ദേവകി മാനമ്പള്ളി. അപ്പോ ആദ്യത്തെ വയലാർ അവാർഡ് 1977 ലളിതാംബിക അന്തർജനത്തിനാണ് ലഭിച്ചത്. കൃതി അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് ദേവകി മാനമ്പള്ളി. രണ്ടാമത്തെ വയലാർ അവാർഡ് PK ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ. കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കാണ് 1978 രണ്ടാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടാമൂഴം എന്ന കൃതിയിലെ കേന്ദ്ര കഥാപാത്രമാരാണ്? ഭീമനാണല്ലേ. എപ്പോഴും രണ്ടാമനായി തഴയപ്പെട്ട ഭീമനാണ്. എന്നാൽ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന PK ബാലകൃഷ്ണന്റെ കൃതിയിലെ കേന്ദ്ര കഥാപാത്രം കർണനാണ്. രണ്ടാമത്തെ വയലാർ അവാർഡ് ജേതാവ് PK ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ. അടുത്തത് ബെന്യാമിൻ. 2021 മുതൽ 2025 വരെയുള്ള വയലാർ അവാർഡുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതിൽ ഏതും ചോദിക്കാം. 2021 ബെന്യാമിനായിരുന്നു വയലാർ അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ മാന്തളിരിലെ 25 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കൃതി. അദ്ദേഹത്തിന് 45ാമത് വയലാർ അവാർഡാണ് 2021 ലഭിച്ചത്. 45ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ബെന്യാമിനാണ്. 2021 മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നതാണ് കൃതി. തുടർന്ന് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച S ഹരീഷിന്റെ മീശ എന്ന കൃതിക്കാണ് 2022 വയലാർ അവാർഡ് ലഭിച്ചത്. ധാരാളം വിവാദങ്ങൾ ഉണ്ടാക്കുകയും കുറച്ചു കാലം അതിന്റെ പ്രസിദ്ധീകരണം നിർത്തിവെക്കുകയും ഒക്കെ ചെയ്ത കൃതിയാണ് S ഹരീഷിന്റെ മീശ. വാവച്ചൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ഈ മീശ എന്നത്. അപ്പോൾ 2022 വയലാർ അവാർഡ് S ഹരീഷിന്റെ മീശ എന്ന കൃതിക്കാണ്. അതിലെ കേന്ദ്ര കഥാപാത്രം വാവച്ചനാണ്. വാവച്ചനും അദ്ദേഹത്തിന്റെ മകനും ഒക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങളായി വരുന്നത്. തുടർന്ന് 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. ശ്രീകുമാരൻ തമ്പിയെ ഏവർക്കും പരിചയമുണ്ടാവും അല്ലേ? ചലച്ചിത്ര ഗാനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ശ്രീകുമാരൻ തമ്പിയെ നന്നായിട്ട് അറിയാം.
അദ്ദേഹത്തിനാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കൃതി ജീവിതം ഒരു പെൻഡുലം എന്നതാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള നോവലായിരുന്നു ഈ ജീവിതം ഒരു പെൻഡുലം എന്നത്. അദ്ദേഹത്തിന്റെ പുത്രന്റെ അകാല വിയോഗം ഒക്കെ ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം ഈ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥാംശമുള്ള നോവൽ എഴുതിയത്. അതിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. തുടർന്ന് 2024 ശ്രീ അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ്. വടക്കൻ കേരളത്തിലെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ദളിത് ജീവിതം, ജാതി അസമത്വം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്വാധീനം എന്നിവയൊക്കെ വിഷയമാക്കുന്ന ഈ നോവലിൽ കാട്ടൂർ എന്ന ഗ്രാമത്തിന്റെ സാമൂഹിക ചരിത്രം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. 2024 വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ്, കാട്ടൂർ എന്ന ഗ്രാമത്തിന്റെ സാമൂഹിക ചരിത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന കാട്ടൂർ കടവ് എന്ന നോവലിനാണ്. പിന്നീട് ഏറെ പ്രധാനപ്പെട്ട 2025 വയലാർ അവാർഡ്. 2025 വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാറിനാണ്. അദ്ദേഹത്തിന്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. 2025 വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാറാണ്. കൃതി തപോമയുടെ അച്ഛൻ. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങള് തപോമയി തന്നെയാണ്. തപോമയി എന്ന കഥാനായകനും അദ്ദേഹത്തിന്റെ അച്ഛൻ ഗോപാൽ ബറുവ. ഈ ഗോപാൽ ബറുവയുടെ ഡയറി കുറിപ്പിൽ നിന്നാണ് തപോമയുടെ അച്ഛൻ എന്ന കഥ ആരംഭിക്കുന്നത്. ആ ഡയറി കുറിപ്പ് തപോമയി വായിക്കുന്നു. അതിലൂടെയാണ് കഥ തുടങ്ങുന്നത്. കിഴക്കൻ ബംഗാളിൽ നിന്നും അഭയാർത്ഥിയായി വന്ന് കൊൽക്കത്തയിൽ ജീവിക്കുന്ന ഗോപാൽ ബറുവ എന്ന കഥാപാത്രത്തിലൂടെ ആ കഥാപാത്രത്തിന്റെ ഡയറി തപോമയി വായിക്കുന്നു. അതിലൂടെയാണ് ഈ കഥ ആരംഭിക്കുന്നത്. പ്രധാനമായും അഭയാർത്ഥി പ്രശ്നങ്ങളും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്, അവരുടെ മനോവേദനകളും ഒക്കെയാണ് ഈ കൃതിക്ക് ആധാരമായിട്ടുള്ളത്. വളരെ നല്ലൊരു പുസ്തകമാണ് തപോമയുടെ അച്ഛൻ. അപ്പോൾ 2021 മുതൽ 2025 വരെയുള്ള വയലാർ അവാർഡുകളും നോക്കാം. 2021 ബെന്യാമിനാണ് അദ്ദേഹത്തിന്റെ കൃതി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 എസ് ഹരീഷിന്റെ മീശ, കേന്ദ്ര കഥാപാത്രം വാവച്ചനാണ്. 2023 ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം, അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള നോവലായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് ലഭിച്ചത്. തുടർന്ന് 2024 ശ്രീ അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. ഈ അടുത്ത കാലത്ത് 2025 വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ. എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ അവാർഡും ഇതിൽ നിന്ന് പുറത്തുനിന്നൊരു ചോദ്യങ്ങൾ വരുന്നു തോന്നില്ല. ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. മറ്റു പുരസ്കാരങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. ഏവർക്കും ബൈ. താങ്ക് യു.